ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം ഇദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ ആള് നായകനായി വന്ന ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. ഇനി 80കളിൽ ഇദ്ദേഹത്തിൻ്റെതായി ഞാൻ കണ്ട സിനിമകളിലെല്ലാം തന്നെയും ഉപനായകനോ സഹതാരമോ ആയി മോഹൻലാലും കൂടെയുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അതൊക്കെയും മോഹൻലാൽ സിനിമകളാണ്. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ മലയാളത്തിലും ഒരു തലൈരാഗം എന്ന ചിത്രത്തിലൂടെ തമിഴിലും ഇദ്ദേഹം അരങ്ങേറി. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും വലിയ വിജയമായി മാറിയതോടുകൂടി ഒരു ഓവർനൈറ്റ് സ്റ്റാർഡം ഇദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. 1983 മുതൽ 86 വരെ ഒരു വർഷം മിനിമം 15 സിനിമകളെങ്കിലും ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി. എന്നാൽ 1987-ൽ അത് 5 ചുരുങ്ങി. അതിനു മാത്രം 1987-ൽ എന്താണ് സംഭവിച്ചത്? ഇതാണ് സംഭവിച്ചത്. അടുത്ത 40 വർഷത്തേക്ക് മലയാള സിനിമ മൊത്തമായും എഴുതി വാങ്ങിയ 2 പേരായിരുന്നു അതിന് കാരണക്കാർ. ശേഷം 88 മുതൽ 99 വരെ വർഷം ഒരു സിനിമ എന്ന നിലയിലേക്ക് മാത്രമായി ഇദ്ദേഹം ചുരുങ്ങി. 90കളിലേക്ക് കടന്നാൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന 3 സിനിമകളാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. 3 മോഹൻലാൽ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് അഭിമന്യു. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെത്. അടുത്തത് കിഴക്കുണരും പക്ഷി, വീണ്ടും നെഗറ്റീവ് ഷെയ്ഡുള്ള മറ്റൊരു കഥാപാത്രം. മൂന്നാമത്തേതായി ഗാന്ധർവം, മറ്റൊരു മോഹൻലാൽ ചിത്രം. ഇതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഇദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണുന്നതും ഒരു മോഹൻലാൽ ചിത്രത്തിലൂടെയായിരുന്നു. വളരെ മികച്ചൊരു സിനിമയും അതിൽ ഇദ്ദേഹത്തിൻ്റെതായി സ്ക്രീൻ സ്പേസ് ഉള്ള നല്ലൊരു കഥാപാത്രവും. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് സെയിം പാറ്റേണിലുള്ള കഥാപാത്രങ്ങളിലൂടെ ഇദ്ദേഹം ഇനി മലയാളത്തിൽ ഒരുപാട് കാലം നിലനിൽക്കുമെന്ന്. എന്നാൽ അതുണ്ടായില്ല എന്നതാണ് സത്യം. ഇവിടം സ്വർഗമാണെന്ന സിനിമയുടെ അതേ ആക്ടർ ഡയറക്ടർ കോംബോയിൽ വന്ന കാസനോവ എന്ന സിനിമയിലാണ് ഇദ്ദേഹത്തെ ഞാൻ അവസാനമായി കാണുന്നത്. എനിവേസ്, പണ്ടേതോ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. കൈനിറയെ അവസരങ്ങൾ ഉണ്ടായിരുന്ന നല്ല കാലത്ത് അദ്ദേഹം ആ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് റിയൽ എസ്റ്റേറ്റിലായിരുന്നു എന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സിനിമകൾ കുറഞ്ഞു വന്നപ്പോഴും ഇപ്പോഴും തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന്. പിന്നെ ആയ കാലത്ത് ഇദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്തായിരുന്നു എന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ ഞാനും കണ്ടിട്ടുണ്ട്. ബോയിങ് ബോയിങ് എന്ന മോഹൻലാൽ മുകേഷ് ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട രംഗത്ത്, അതും ഒരു ഫൈറ്റ് സീനിൽ നായകനെ രക്ഷിക്കാൻ വരുന്നത് ഇദ്ദേഹമായിരുന്നു. തീർച്ചയായും അങ്ങനെ ഒരു റോളിൽ, അതും ഒരു ഫൈറ്റ് രംഗത്ത് ഒരു സിനിമയിൽ ഒരു നടൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പടത്തിൽ ഓൾറെഡി ഉള്ള നായക നടന്മാരെക്കാൾ താരമൂല്യം ഇദ്ദേഹത്തിന് അക്കാലത്തുണ്ടായിരുന്നിരിക്കണം.